ആത്മഭാഷണം. കഥയുടെ ദൃശ്യവിസ്മയത്തിലേക്ക് സ്വാഗതം. ആത്മഭാഷണം. എറണാകുളത്തു നിന്നും അലീന ജേക്കബ് എത്തുന്നു അഗ്നിപരീക്ഷ എന്ന കഥയുമായി. ജില്ലാതലത്തിലും ബൈബിൾ കലോത്സവങ്ങളിൽ ലഭിച്ച അംഗീകാരങ്ങളുമായിട്ടാണ് അലീനയുടെ വരവ്. നമുക്ക് ശ്രവിക്കാം. പ്രിയമുള്ള കലാസ്നേഹികളെ, നിങ്ങൾക്ക് എന്നെ നമസ്കാരം. ഞങ്ങൾ ആരംഭിക്കുന്നു അഗ്നിപരീക്ഷ. ഈ കഥ നടക്കുന്നത് മെസോപ്പൊട്ടേമിയക്കടുത്തുള്ള അസിറിയ എന്ന ദേശത്താണ്. സമ്പൽ സമൃദ്ധമായൊരു ഭൂപ്രദേശം, മനസ്സിന് കുളിര് പകരുന്ന ദൃശ്യ ഭംഗിയുള്ള ദേശം അസീറിയ. അസീറിയ 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 അസീറിയ. കണ്ണും കരളും കവരും ഭംഗി തിങ്ങും വയൽ നിരയെങ്ങും. കണ്ണും കരളും കവരും ഭംഗി തിങ്ങും വയൽ നിരയെങ്ങും. അസീറിയ 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 അസീറിയ. പച്ചവിരിപ്പണിഞ്ഞ പാടങ്ങൾ, പുൽമേടുകളും താഴ്വാരങ്ങളും, മുന്തിരിത്തോപ്പും കാട്ടരുവികളും ആ നാടിന്റെ സൗന്ദര്യ സമ്പത്തിന് മാറ്റുകൂട്ടുന്നു. ഇതിനിടയിൽ ജീവിതം കഴിച്ചുകൂട്ടുന്ന ഇടയന്മാർ ആട്ടിൻ പറ്റങ്ങളുമായി മേയുന്നു. വിളഞ്ഞു പഴുത്ത ഗോതമ്പിന്റെ നിറമുള്ള ഗ്രാമീണ പെൺകുടിമാർ. ഇതൊക്കെ അസീറിയ നാടിന്റെ വരദാനങ്ങളാണ്. വിളവെടുപ്പ് കാലമായാൽ സുന്ദരികളായ പെൺകുട്ടികൾ ഒത്തുചേർന്നുള്ള നൃത്തവും പാട്ടുമാണ്. ആദിച്ചൻ കതിരു കണ്ടീത്തിയും താര അനാറു നട്ടീത്തിയും താര. ചന്ദിരൻ കതിരു കണ്ടീത്തിയും താര പിടിഞ്ഞാറു നട്ടീത്തിയും താര. തീയോ തക തക തീയോ തക തക തീയോ തക തക തീ തീതു തീയോ തക തക തീയോ തക തക തീയോ തക തക തീ തീതു. നല്ലോല വന്നീത്തിയും താര ഞാറു വിളന്നീത്തിയും താര. നാടിനുത്സവം വന്നു തികഞ്ഞേ നാടാകെ ഒരുമിച്ചാടി മത്തി. തീയോ തക തക തീയോ തക തക തീയോ തക തക തീ തീതു തീയോ തക തക തീയോ തക തക തീയോ തക തക തീ തീതു. ഇതൊക്കെ ആ നാടിന്റെ കലാവൈഭവത്തെ വിളിച്ചോതുന്നു. പക്ഷേ അസീറിയയിലെ ജനങ്ങൾ ഏകദൈവ വിശ്വാസികളായിരുന്നില്ല. സൂര്യൻ, ചന്ദ്രൻ ഇതൊക്കെയായിരുന്നു അവരുടെ ആരാധനാമൂർത്തികൾ. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. എന്നാൽ ഏകദൈവത്തിൽ മാത്രം ആരാധിച്ചിരുന്ന ഒരു മനുഷ്യൻ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അബ്രാം, ഭക്തനും നീതിമാനുമായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ അരികിലേക്ക് സുന്ദരിയായ ഒരു സ്ത്രീ നടന്നെടുത്തു. സാറ അബ്രാമിന്റെ ഭാര്യയാണ്. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണു സാറ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണു സാറ. ആരാധകരില്ലാത്താവനിയിൽ ആരുമൽ നായികയാണു സാറ. ആരാധകരില്ലാത്താവനിയിൽ ആരുമൽ നായികയാണു സാറ. പുഷ്പിത ജീവിത വാടിയിലോ ഒരപ്സര സുന്ദരിയാണു സാറ. അബ്രാമിന്റെ എല്ലാമാണ് സാറ. രണ്ടുപേരും ഏകദൈവ വിശ്വാസികൾ. അങ്ങനെ ഭക്തിയിലും ആരാധനയിലും മുഴുകി അവർ ജീവിക്കുകയാണ്. എന്നാൽ ഒരു ദുഃഖം അവർ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. നാളുകൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നും ഈ സങ്കടം സമർപ്പിച്ച് തങ്ങളുടെ ദൈവമായ യഹോവയ്ക്കു മുൻപിൽ അവർ പ്രാർത്ഥിക്കാറുണ്ട്. നന്മ നിറഞ്ഞ യഹോവേ, കൈവെടിയരുതേ നീ ഞങ്ങളെ, കൈവെടിയരുതേ നീ. കാരുണ്യസാഗരമേ
പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ സാറ വിങ്ങിക്കരയുന്നു. ദൈവമേ, ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത്? അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഒരു കുഞ്ഞിനെ എനിക്ക് തരില്ലേ? എന്റെ ദുഃഖം അങ്ങറിയുന്നില്ലേ? സാറ, നീ കരയാതെ, എല്ലാം മാറും. ദൈവം നമ്മളെ രക്ഷിക്കും. അബ്രാം അത് പറഞ്ഞു തീർന്നില്ല. എവിടെ നിന്നോ ഒരു തീഷ്ണമായ പ്രകാശവലയം ഉയർന്നു വന്നു. ഒപ്പം ഒരു കനത്ത ശബ്ദവും, അബ്രഹാം, അബ്രഹാം. ശബ്ദം കേട്ട ആ പ്രകാശവലയത്തിലേക്ക് അബ്രഹാം ഭീതിയോടെ തുറച്ചു നോക്കി. പക്ഷേ അതിൽ മിഴുന്നട്ട് നിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വീണ്ടും ശബ്ദം മുഴങ്ങി, അബ്രഹാം, നീ ഭയപ്പെടേണ്ട, ഞാൻ സർവശക്തനായ ദൈവമാണ്. ഇതാ, ഞാനും നീയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. നിന്റെ തലമുറയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ സകല ജനത്തിന്റെയും പിതാവായിരിക്കും. ഇനി മുതൽ നീ അബ്രാം എന്നല്ല, അബ്രഹാം എന്ന് വിളിക്കപ്പെടും. വരൂ, ഞാൻ കൽപ്പിക്കുന്ന ദേശത്ത് വന്ന് നീ താമസിക്കൂ. അബ്രഹാം ആ വചനങ്ങൾ ഭക്തിയോടെ ശ്രവിച്ചു. ഉടനെ തന്റെ ഭാര്യയായ സാറയെ വിളിച്ചു. സാറാ, നീ കേട്ടായിരുന്നോ ദൈവം തന്ന വാഗ്ദാനം? ഇല്ല, ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും അറിഞ്ഞുമില്ല. എന്നാ കേട്ടോളൂ, ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുന്നു കാനാൻ ദേശത്തേക്ക്. വൈകിക്കരുത്, നമുക്ക് ഉടനെ യാത്ര പുറപ്പെടാം. ദൈവത്തിന്റെ വചനങ്ങളിൽ സംതൃപ്തരായ ആ ദമ്പതികൾ അസിറിയയിൽ നിന്നും കാനാൻ ദേശത്തേക്ക് യാത്രയായി. ദൈവത്തിൻ തിരുമൊഴി കേട്ടു യാത്രയായി, മാറ്റത്തിൻ സ്വപ്നം കാണും ദേശം തേടി. പകലിരവില്ലാതെ വിശ്രമമില്ലാതെ യാത്ര, ഒരു തീർത്ഥയാത്ര, ഒരു തീർത്ഥയാത്ര, ഒരു തീർത്ഥയാത്ര. ക്ലേശങ്ങൾ ഏറെ സഹിച്ചുകൊണ്ടുള്ള യാത്ര. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവനിയുക്തമായ ആ ദേശത്ത് അവരെത്തിച്ചേർന്നു. കാനാൻ ദേശം, പേര് പോലെ മനോഹരമായ പ്രദേശം. ശൂശന്യപ്പൂവുകൾ ചൂടും താഴ്വരകൾ, കളകളം പാടും കുളിർച്ചോലകൾ, വനനിരകൾ, ഒലീവിൻ മരനിരകൾ. നയന മനോഹരമാണ് ഈ പ്രദേശം. വനനിരകൾ, ഒലീവിൻ മരനിരകൾ, നയന മനോഹരമാണ് ഈ പ്രദേശം. അബ്രഹാം, നോക്കൂ, എന്ത് നല്ല പ്രദേശം, എന്ത് ഭംഗി. സാറയ്ക്ക് ആ ദേശം വളരെ തൃപ്തിയായി. അങ്ങനെ ദൈവനിയുക്തമായ ആ ദേശത്ത് അബ്രഹാം സാറയോടൊപ്പം താമസം തുടങ്ങി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അനവധി ഓടിയകന്നു. ഒരു ദിവസം പടുവൃത്തനായ അബ്രഹാം കൂടാരത്തിലിരിക്കുമ്പോൾ 3 അതിഥികൾ അവിടെ കടന്നു വന്നു. അബ്രഹാമും സാറയും സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ച് സംതൃപ്തരാക്കി. മടങ്ങി പോകുമ്പോൾ അക്കൂട്ടത്തിൽ ഒരാൾ അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, അബ്രഹാം, അടുത്ത കൊല്ലം ഇതേ സമയത്ത് നിന്റെ ഭാര്യ സാറ ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. എന്താ ഞാൻ കേൾക്കുന്നത്? ഇത് സത്യമോ? അബ്രഹാമിന്റെ അന്തരംഗം പിറുപിറുത്തു. അതിഥിയുടെ അപ്രതിഷ്ഠമായ ആ പ്രവചനം വിശ്വസിക്കുവാൻ വൃദ്ധരായ അബ്രഹാമിനോ സാറയ്ക്കോ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അത്ഭുതങ്ങളുടെ ഉറവിടമായ സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടം അവിടെ നിറവേറി. സാറ യഥാകാലം പ്രസവിച്ചു. ഒന്നിൽ നിന്നൊന്നിനെ മാറ്റിയെടുക്കുന്ന സൃഷ്ടിതൻ വേദന. ഒരാൺകുഞ്ഞ്, ഒരു പൊന്നമ്മന് കുഞ്ഞ്. അബ്രഹാമും സാറയും സന്തോഷം കൊണ്ട് മതിമറന്നു. തങ്ങളുടെ പൊന്നോമന കുഞ്ഞിനെ അവർ പേരിട്ടു ഇസഹാക്ക്. ഇസഹാക്ക് അവരുടെ ജീവന്റെ ജീവനായിരുന്നു. വയസ്സുകാലത്ത് വൈകി വന്നെത്തിയ ആ വസന്ത മലരിനെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കുവാൻ വൃദ്ധരായ അബ്രഹാമിനോ സാറയ്ക്കോ കഴിഞ്ഞിരുന്നില്ല. എന്തിനേറെ പറയുന്നു, ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കാര്യത്തിലും അവനെ ലാളിക്കുന്ന കാര്യത്തിലും ആ മാതാപിതാക്കൾ തമ്മിൽ ഒരു മത്സരം തന്നെയായിരുന്നു. ഒരു മുത്തം, മണിമുത്തം, ഓമനമുത്തം, ഒന്നാമതമ്മ തരാം വാവു വാവു. ഇരുമുത്തം ഇടം കവിളിൽ ഇനിയും നൽകാം, അച്ഛൻ്റെ പൊന്നുമോൻ വാവു വാവു. ഒരു മുത്തം, മണിമുത്തം, ഓമനമുത്തം, ഒന്നാമതമ്മ തരാം വാവു വാവു.
അബ്രഹാമും സാറയും മത്സരിച്ച് വാരി കോരിക്കൊടുത്ത സ്നേഹം നുകർന്ന് ഇസ്ഹാക്ക് വളർന്നു. ഇന്ന് ഇസ്ഹാക്ക് ചുറുചുറുക്കുള്ള ഒരു ബാലനാണ്, ഒരു കുസൃതി കുരുന്ന്. പ്രായത്തിലധികം ബുദ്ധിയും വളർച്ചയുമുള്ള അവനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം വാക്കിലും പ്രവൃത്തിയിലും മാത്രമല്ല, കാഴ്ചയ്ക്കും അവരൊരു മിടുമിടുക്കൻ തന്നെ. അങ്ങനെ എല്ലാവരുടെയും ഓമനയായി ഇസ്ഹാക്ക് വളർന്നു. അച്ഛൻ്റെ ഓമന പുത്രനായി, അമ്മതൻ ആരോമൽ പൈതലായി, കണ്ണിൻ്റെ കണ്ണായി, കരളിൻ്റെ കുളിരായി, ജീവന്റെ ജീവനായി തീർന്നു പോയി. കണ്ണിൻ്റെ കണ്ണായി, കരളിൻ്റെ കുളിരായി, ജീവന്റെ ജീവനായി തീർന്നു പോയി. സന്തോഷഭരിതമായ ദിനങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് അബ്രഹാമിന്റെ കുടുംബജീവിതം സ്വച്ഛന്തമൊഴുകി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു, അബ്രഹാം, നിന്റെ ഏകപുത്രൻ ഇസ്ഹാക്കിനെ നീ എനിക്കായി ബലിയർപ്പിക്കണം. നെട്ടിത്തെറിച്ചു പോയ വാക്കു കേട്ടുടൻ ഹൃദയത്തിൽ കൊള്ളിയാൻ വന്നു മിന്നി. വാടിത്തളർന്ന മുഖവുമായി കീഴുന്നു മാതാപിതാക്കൾ നിശ്ചേഷ്ടരാ. ദൈവവചനം കേട്ട് അബ്രഹാം മരവിച്ചു നിന്നു. വയസ്സുകാലത്ത് ആദ്യനോറ്റ കിട്ടിയ ഏകപുത്രൻ ഒരു വശത്ത്, സർവശക്തനായ ദൈവത്തിന്റെ ആജ്ഞ മറുവശത്ത്. ഒന്നുകിൽ തന്റെ പുത്രനെ സ്വന്തം കൈകൊണ്ട് നിഗ്രഹിച്ച് ദൈവത്തിന്റെ ആജ്ഞ നിറവേറ്റണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആജ്ഞ ധിക്കരിച്ച് പുത്രനോട് ചേരുക. ഏതാണ് ശരി, ഏതാണ് തെറ്റ്? മോനെ ഇസ്ഹാക്ക്, നിന്നെ ഈ കൈകൊണ്ട് വയ്യ, എനിക്ക് വയ്യ. അബ്രഹാം ഒരു ഉറച്ച തീരുമാനത്തിൽ ചേരാനാവാതെ പതറി. ഒടുവിൽ അദ്ദേഹം ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തിച്ചേർന്നു, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുക. അപ്പോഴും മനസ്സിൽ വേദനയായിരുന്നു. കാരണം അച്ഛൻ്റെ ഓമന പുത്രനായി, അമ്മതൻ ആരോമൽ പൈതലായി, കണ്ണിൻ്റെ കണ്ണായി, കരളിൻ്റെ കുളിരായി, ജീവന്റെ ജീവനായി തീർന്നു പോയി. കണ്ണിൻ്റെ കണ്ണായി, കരളിൻ്റെ കുളിരായി, ജീവന്റെ ജീവനായി തീർന്നു പോയി. മോനെ ഇസ്ഹാക്ക്, എന്റെ പൊന്നു മോനെ, ഈ പിതാവിനോട് ക്ഷമിക്കു കുഞ്ഞെ. അബ്രഹാമും സാറയും കരച്ചിലോട് കരച്ചിൽ. എങ്കിലും ദൈവത്തിന്റെ ആജ്ഞ നിറവേറ്റിയേ പറ്റൂ. അടുത്ത ദിവസം സൂര്യോദയത്തിന് മുൻപ് തന്നെ ബലിക്ക് വേണ്ടി വിറക് ശേഖരിച്ച് ഒരു കഴുതപ്പുറത്ത് കയറ്റി അബ്രഹാം ഇസ്ഹാക്കിനെ കൂട്ടി മലയിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ ആ കാഴ്ച കണ്ട് ഒരാൾ നീറി കരയുകയായിരുന്നു. 10 മാസം നൊന്ത് പ്രസവിച്ച ആ അമ്മ സാറ. മോനെ, എന്റെ പൊന്നു മോനെ. അമ്മേ, എന്തിനാ അമ്മ കരയുന്നേ? അച്ഛാ, എന്തിനാ അമ്മ കരയുന്നേ? അബ്രഹാം ആശ്വസിപ്പിക്കുവാൻ വാക്കുകളില്ലാതെ പരിങ്ങി. പിന്നെ ഒട്ടും വൈകിയില്ല, അബ്രഹാം ഇസ്ഹാക്കിനെ കൂട്ടി മലയിലേക്ക് യാത്രയായി. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ മലയുടെ അടിവാരത്തിൽ എത്തിച്ചേർന്നു. ബലിക്ക് വേണ്ട വിറക് ഇസ്ഹാക്കിന് ചുവടിൽ വെച്ചു കൊടുത്തിട്ട് അബ്രഹാം തീയും കത്തിയും എടുത്തു. അവർ ആ മലയുടെ മുകളിലേക്ക് കയറി. മല കയറുമ്പോൾ ഇസ്ഹാക്കിന്റെ മനസ്സിൽ ഒരു സംശയം തെളിഞ്ഞു വന്നു. അച്ഛാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ ഇസ്ഹാക്ക്. തീയും വാളും വിറകുമുണ്ട്, ബലിക്കുഞ്ഞാടേ വീടേ പ്രിയ പിതാവേ, മിണ്ടുവാനാകാതെ വിങ്ങുന്ന കരളുമായി അബ്രഹാം നിൽക്കുന്നു സ്തബ്ധനായി. മകന്റെ ചോദ്യത്തിന് ഒരുവിധം ആ പിതാവ് മറുപടി പറഞ്ഞു. മോനെ, നമ്മൾ മലമുകളിൽ എത്തുമ്പോൾ ബലിയർപ്പണത്തിനുള്ള കുഞ്ഞാടിനെ ദൈവം നമുക്ക് തരും. അവർ മലമുകളിലെത്തി. അബ്രഹാം ബലിപീഠം ഒരുക്കുകയാണ്. വിറകുകൾ അടുപ്പിച്ചു കൊടുക്കുന്ന ഇസ്ഹാക്ക്. നിമിഷ മാത്രയിൽ ബലിപീഠം പൂർത്തിയായി. പെട്ടെന്ന്
വിറകെടുക്കാൻ താഴെ കുഞ്ഞ ഇസ്ഹാക്കിനെ അബ്രഹാം കടന്നു പിടിച്ചു. അച്ഛാ, എന്നെ വിട്, എന്താ ഇത്? അബ്രഹാം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടില്ല. ആ കൈകാലുകൾ ബന്ധിക്കുന്നു. അവന് മനസ്സിലായി, തന്നെയാണ് അച്ഛൻ ബലി കൊടുക്കാൻ പോകുന്നതെന്ന്. അബ്രഹാം ഇസ്ഹാക്കിനെ ബലിപീഠത്തിൽ കിടത്തി. നെരിപിരി കൊള്ളുന്ന ഇസ്ഹാക്ക് അവന്റെ ആർത്തനാദം അവിടെ ആകെ മുഴങ്ങി. അച്ഛാ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അബ്രഹാമിന് ഒറ്റ ചിന്തയുള്ളൂ, ദൈവത്തിന്റെ ആജ്ഞ നിറവേറ്റുക. അതിനായി തന്റെ കൈവശമുള്ള കത്തി കുഞ്ഞിന്റെ ശിരസിനെ ലക്ഷ്യമാക്കി വെട്ടുവാൻ മുകളിലേക്ക് ഉയർന്നു. പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ഒരു വിളി വെച്ച അബ്രഹാം. അബ്രഹാം, നീ ഇസ്ഹാക്കിനെ കൊല്ലരുത്. നിനക്ക് ദൈവത്തോടുള്ള വിശ്വാസവും സ്നേഹവും എത്ര മെള്ളനുണ്ടെന്ന് പരിശോധിക്കുവാൻ ദൈവം നടത്തിയ ഒരു പരീക്ഷയാണിത്. ആ പരീക്ഷയിൽ നീ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. ആ വചനം കേട്ട് അബ്രഹാം ഉറക്കെ വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ യഹോവേ. പിതാവേ, പിതാവേ, കാരുണ്യവാനായ നാഥാ, കരുണ ചൊരിഞ്ഞ മനസ്സേ, ആനന്ദ ബാഷ്പം നിറഞ്ഞു, അകതാരിൽ പൂമഴ പെയ്തു. ആനന്ദ ബാഷ്പം നിറഞ്ഞു, അകതാരിൽ പൂമഴ പെയ്തു. പിതാവേ, പിതാവേ, കാരുണ്യവാനായ നാഥാ, കാരുണ്യവാനായ നാഥാ. പ്രിയരേ, അബ്രഹാം കപടഭക്തനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭക്തിയിലുള്ള വിശ്വസ്തതയാണ് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായത്. വിശ്വാസം അത് ഭക്തരിൽ ഉറപ്പുള്ളതാട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.